ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. വാലന്റൈൻസ് ഡേ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇനി പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നവരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി കപ്പിൾസ് ആയിട്ടുള്ളവരും എല്ലാം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും വിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഈ പ്രണയം പറയാൻ അല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശംസകൾ അറിയിക്കാൻ അത് നമുക്കൊരു കുപ്പി അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞാലോ. വൈനും ബിയറും കുറച്ച് കൂടിയായിട്ടൊന്നും കൊടുക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ വൈനും ബിയറും ഒക്കെ കഴിഞ്ഞിട്ട് കാലിയായി സങ്കടപ്പെട്ട് കിടക്കുന്ന കുറച്ച് കുപ്പികൾ ഉണ്ടാവുമല്ലോ, അവരെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ എടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമുക്ക് പറയാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസോ ഒക്കെ ഒട്ടിച്ച് സുന്ദരനാക്കിയതാ ഇതിങ്ങനെ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആശംസകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉള്ള ബോട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ കുറേ ഡ്രോയിങ് അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആളാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത 2 കുപ്പികളുണ്ട്. 2 കുപ്പിയുണ്ട്. ഒന്നൊരു വാലന്റൈൻസ് ഡേ വിഷ് എഴുതിയിട്ട് ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പിന്നെ ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്, അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ, ഒട്ടും ഡ്രോയിങ് അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിന് നമ്മൾ ആകെ ഒരു റെഡ് കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കളേഴ്സിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഫോട്ടോസ് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കണേ. അപ്പം ഈ ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുൻപ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ നമ്മുടെ കുപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ നമ്മുടെ കുപ്പിക്കൂട്ടത്തിൽ നിന്ന് ഈ ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 കുപ്പീനെ ആദ്യം സെലക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ സ്റ്റിക്കേഴ്സ് കളയണം. അതുപോലെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ സ്റ്റിക്കേഴ്സ് പോയി, ചളിയും പോയി, നമ്മുടെ കുപ്പി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതുമേ ഒരു കോട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ് കോട്ട് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യണേ. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ റെഡ് കളർ വെച്ചിട്ട് തന്നെ അടിക്കാം. അപ്പോൾ നമ്മൾ 2 കോട്ട് അടിക്കുന്നതിന് പകരം 3 കോട്ട് അടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ആദ്യം റഫായിട്ടൊന്നൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അധികം തിക്കായിട്ടും അധികം ഫിനിഷിങ്ങിലൊന്നും വരണമെന്നില്ല അത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് പെയിൻറ്റ്. അത് ബ്രഷ് ആകുമ്പോൾ ബ്രഷിൻ്റെ സ്ട്രോക്സ് കാണും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ബേസ് കോട്ട് ആയതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് ഫിനിഷിങ്ങിലും കട്ടിയിലും ഒന്നും നമ്മൾ അടിക്കണില്ല. കാരണം നമുക്കതൊരു പിടുത്തത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഫസ്റ്റ് ബോട്ടിൽ നമ്മുടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത്ര തിക്കായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സ്പോഞ്ച് വെച്ച് ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ എടുത്തു. അതുപോലെ നമ്മളിത് ബേസ് കോട്ട് സ്പോഞ്ച് വെച്ച് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് അങ്ങനെ അധികം പെയിൻറ്റ് ചെയ്യാറില്ല. ബ്രഷിൻ്റെ സ്ട്രോക്സ് വരും. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് നമ്മൾ എക്സ്പേർട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ മുമ്പടിച്ച പെയിൻറ്റ് അതുമ്പോൾ കയറി പിടിച്ചിങ്ങോട്ട് കൂടെ പോരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർ ബബിൾസ് വരുന്നില്ല എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതാ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ നമ്മുടെ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ബോട്ടിലും ഞാൻ ഉണങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്പോൾ റെഡ് നമ്മുടെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അതും ഞാൻ ബ്രഷ് വെച്ചിട്ടല്ല, ഈ സ്പോഞ്ച് ഈ റെഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 2 ബോട്ടിലും നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണം. എനിക്ക് കോവിഡിൻ്റെ ടൈമിൽ തുടങ്ങിയൊരു ക്രേസാണ് കേട്ടോ ഈ ബോട്ടിലാട്ട് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ബോട്ടിൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ചെയ്തിട്ടേ ഇല്ല. അതിന് മുൻപ് കുറേ ബോട്ടിൽസൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 3-3/4 വർഷമൊക്കെ ആയിട്ടാണ് ഞാൻ ബോട്ടിൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു തവണ ചെയ്തു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ രൂപക്കൂട് ഒരു റിനോവേഷൻ കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഒരു കോക്കനട്ട് ഷെല്ലിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കി ഫ്ലവർ വേസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമാകുന്നു. ആകെ ഒരു 3-3/4 വർഷത്തിൻ്റെ ഇടയിൽ ഒരെണ്ണമാണ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പം 2 വർഷത്തിന് ശേഷം ഞാൻ ചെയ്യണ ഒരു ബോട്ടിലായിട്ടാണ്. ഇത് പെട്ടെന്നൊരു ഐഡിയ വന്നതായിരുന്നു. എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഇരുന്നതാണ്. അപ്പോൾ പിള്ളേരെ കമ്മേരെ എടുത്താക്കിയിട്ട് ആ കിട്ടുന്ന ഗ്യാപ്പിൽ വന്ന് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ ഫുള്ള് റെഡ് കളർ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആവാത്തതുണ്ടോ എന്ന് നോക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബോട്ടിലും ഇതുപോലെ റെഡ് കളർ അടിച്ച് കൊടുക്കണം. അതിന് ടോപ്പ് ഭാഗമൊക്കെ കവർ ചെയ്യണം. അപ്പം സെക്കൻഡ് ബോട്ടിൽ ഞാനിത് റെഡ് കളർ അടിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അത്. ആക്ച്വലി റെഡ് അല്ല. പിന്നെ പെയിൻറ്റ് ഒഴിക്കുന്നതൊക്കെ ഞാൻ ചിരട്ടയിലാണ്, അത് നോക്കണ്ട. കാരണം എൻ്റെ ബോട്ടിൽസും എൻ്റെ പെയിൻറ്റും എൻ്റെ മിക്സ് ചെയ്യുന്ന പാത്രങ്ങളും എല്ലാം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കണത്. അപ്പോൾ ഇവിടെ ഞാനൊരു 2 പെയിൻറ്റ് ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു. ബോട്ടിൽസ് പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ ശീലം കാരണം അവിടെ നിന്നൊക്കെ കാണുമ്പോൾ പറക്കി കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ചിരട്ട എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തതാണ്. അപ്പം നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലും റെഡ് കളർ അടിച്ച് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എയർ ബബിൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുമിള പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ കുമിള അങ്ങോട്ട് പൊക്കോളും. അപ്പം 2 ബോട്ടിലും ഏകദേശം റെഡ് കളർ കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ബ്രൈറ്റ് റെഡ് അല്ല, ഒരു മെറൂണിലേക്ക് കലർന്നൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതെനിക്ക് ബ്രൈറ്റ് റെഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലും ഏകദേശം ആയേക്കാണ്. നമ്മൾ ഞാൻ ഈ ചൂണ്ടുവിരൽ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ, അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എവിടെ ഇവിടെയും തട്ടില്ല. ഇപ്പോൾ ബോട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ പിടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. പക്ഷേ മേൽഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ പിടിക്കാനൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വിരലുള്ളിലിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ പാടുകളൊന്നും ബോട്ടിലുമ്പോൾ വരില്ല. അപ്പോൾ നമ്മുടെ 2 ബോട്ടിലും ഇവിടെ ഞാൻ റെഡ് കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കുഞ്ഞു പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഇടയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും ആ വിഷുവൊക്കെ ആയിട്ടുള്ളത് കളർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അതുമ്പോൾ ഒട്ടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കണം അതിന്. അപ്പം വാലന്റൈൻസ് ഡേയുടെ ബോട്ടിലും ആനിവേഴ്സറി ബോട്ടിലേക്കുള്ള പിക്ചേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ കളർ പ്രിൻ്റാണ്. എന്നിട്ട് ഞാനത് നമ്മൾ വെട്ടല്ല ശരിക്കും വേണ്ടത്, നമുക്കത് കൈകൊണ്ട് കീറിയ പോലെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുൾ ആ ഒരു പേജിൽ നിന്ന് കൈകൊണ്ട് കീറിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് കൈകൊണ്ട് പതുക്കെ കീറി എടുക്കണം. കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഭംഗി അങ്ങനെ നിൽക്കുന്നതായിരിക്കും. വെട്ടി ചതുരത്തിൽ ഒട്ടിക്കണേക്കാട്ടിലും അതായിരിക്കും ഭംഗി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പെയിൻറ്റിൻ്റെ സ്പോഞ്ച് ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് കളറിൽ കാണുന്ന പേപ്പറിന് ജസ്റ്റ് ഒരു ലൈറ്റ് റെഡിഷ് ഷെയ്ഡ് വന്നോട്ടെ, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് റെഡിഷ് ഷെയ്ഡ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെട്ടി വെച്ചതിൽ നിന്ന് കൈകൊണ്ട് കീറി എടുക്കുന്നുണ്ട്. അപ്പോൾ എഡ്ജസ് ഇങ്ങനെ കരുകുരുന്നിരിക്കുമല്ലോ, അങ്ങനെ അത് ആ റെഡ് ആ വെള്ളത്തിൽ മുക്കി അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് പേപ്പറിന് ചെറിയൊരു റോസ് ഷെയ്ഡൊക്കെ വരുമല്ലോ. നമുക്കതിൻ്റെ നമ്മുടെ എല്ലാ പീസും വെട്ടിയെടുക്കണം. ഇത് കുറച്ച് സമയം പോവും. നമുക്ക് വലിയ എന്താ പറയുക, നമ്മൾ അത്ര എക്സ്പേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അത്ര എക്സ്പേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ എല്ലാ പീസും ഇങ്ങനെ കൈകൊണ്ട് കീറിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബോട്ടിൽ ഒട്ടിക്കാനുള്ളത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താ വാലന്റൈൻസ് ഡേയുടെ ബോട്ടിൽ ഒട്ടിക്കാനുള്ള എൻ്റെ പിക്ചേഴ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിതുപോലെ തന്നെ ആക്കിയെടുക്കണം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോട്ട് അടിച്ച് വെച്ച ബോട്ടിൽസ് രണ്ടും പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. കാരണം അപ്പോഴേ കറക്റ്റ് ഒരു ഫിനിഷിങ് വരുള്ളൂ. ചില സ്ഥലത്തൊക്കെ കറക്റ്റ് ഒരു എന്താ പറയുക അത്ര ഒരു ഭംഗിയായിട്ടില്ല. അപ്പോൾ നമ്മുടെ 2 ബോട്ടിലിനും നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കുകയാണ്. സെക്കൻഡ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് രണ്ടും ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പിക്ചേഴ്സ് അതുമേ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ഫിനിഷിങ് കുറവ് ഉണ്ടാവും ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതൊരു ഭംഗി കുറവല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യണത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണങ്ങിയതിൻ്റെ മേലെ ഇതുപോലെ തന്നെ അടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഫിനിഷിങ് ആവും. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത്ര എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ അടിയിലത്തെ കോട്ട് അതിൻ്റെ കൂടെ ഇളകിപ്പോരും. സ്പോഞ്ച് വെച്ചാകുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് വരില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ ഞാൻ അങ്ങ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിലെടുത്തു. അപ്പോൾ ഇതുമ്പം കൂടി രണ്ടാമത്തെ കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും കൂടി ഉണങ്ങാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് ഉണങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചു വെച്ചാൽ നമ്മുടെ 2 ബോട്ടിൽസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ അത്യാവശ്യം ഫുള്ള് കവറായിട്ടുണ്ട്. ഒരു ഫിനിഷിംഗ് ഉണ്ട് നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. ഇനി ഇത് ഞാൻ ഒരു സ്പൂൺ ഫെവിക്കോളും ഒരു സ്പൂൺ വെള്ളം രണ്ടും ഈക്വലി എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ മിക്സ്ചർ ഈ ഫെവിക്കോളിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടിയുള്ള മിക്സ്ചർ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്ജസ്മേ നന്നായിട്ട് ഇങ്ങനെ പുറത്തു കൂടെ മുകളിൽ കൂടെ എഡ്ജസ്മേ കൂടെ അങ്ങനെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം. അതുപോലെ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് നമ്മളൊന്ന് ഇത് പതുക്കെ ഒന്ന് റഫായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഈ ഫെവിക്കോളിൻ്റെ ഈ ഒരു ഫെവിക്കോളും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ഇങ്ങനെ പൊങ്ങിപ്പോരില്ല. അത് നല്ലൊരു ഇതിലത് അവിടെ ഇങ്ങനെ ഒട്ടിയിരുന്നോളും. നമ്മൾ എഡ്ജ് മാത്രം ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വിടാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക സെൻറ്ററിൽ പോഷൻ ഇങ്ങനെ പൊള്ളച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഭാഗത്ത് നമ്മൾ ഈ ഫെവിക്കോളിൻ്റെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചിട്ട് ഈ എഡ്ജ് ഭാഗത്ത് കൂടെ വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക മുകളിൽ കൂടെ. അത് കഴിഞ്ഞ് ഫുള്ളൊന്ന് മുകളിലൂടെ ഒന്നും കൂടി ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളും. നമ്മുടെ പിള്ളേർ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്നുണ്ട്. അവരെ നോക്കണം ഇതിൻ്റെ കൂടെ ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞത് ഒരു പണിയായിരുന്നു കേട്ടോ. കാരണം ഒരു തട്ടേ മുട്ട ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഞാൻ എഡ്ജിൽ പതുക്കെ അതാക്കി കൊടുക്കുക. അപ്പോൾ നന്നായി ഇങ്ങനെ ഒട്ടിയിരിക്കും, അങ്ങനെ പൊന്തി നിൽക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് മുകളിൽ കൂടെ മൊത്തം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഫോട്ടോൻ്റെ മേലെ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം 2 കുപ്പിയും ഈ ഫോട്ടോസിന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പഴയൊരു ലേസ് കിട്ടി. അപ്പോൾ ഞാൻ ആ ബോട്ടിലും ഒന്ന് അത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അളവിന് നോക്കി കട്ട് ചെയ്ത് അതങ്ങനെ നെക്കിൻ്റെ പോർഷനിലും അതുപോലെ ബോട്ടം പോർഷനിലും ആ ഒരു ലേസ് വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാവുമല്ലോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബോട്ടിൽ കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫോട്ടോസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതുമ്മലേക്ക് ഈ ലേസ് തികഞ്ഞില്ല കേട്ടോ. പിന്നെ 2 ബോട്ടിലും ഒരുപോലെ തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതുമ്മലേക്ക് വേറെ ലേസൊന്നും അന്വേഷിച്ചില്ല. ബോട്ടിൽ കംപ്ലീറ്റ് ആയി ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നനവ് തട്ടിക്കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഇളകിപ്പോരും. വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോരില്ല. അപ്പോൾ ഇത് അക്രിലിക് വാർണിഷാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. എൻ്റെ കയ്യിലുള്ള വാർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് വാർണിഷാണ്. അതും ഇവിടെ ഇല്ല. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വൈറ്റ് കളറിൽ മേലടിച്ചു കൊടുത്തത് മഞ്ഞ കളറാവും കേട്ടോ. നമ്മുടെ അക്രിലിക് വാർണിഷിൻ്റെ കളർ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വൈറ്റ് കളറിൻ്റെ മേലടിച്ചാലും കുഴപ്പമില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടിലുമ്പോൾ വാർണിഷ് അടിച്ചു. നോർമൽ വാർണിഷ് എന്ന് പറയുന്നത് ശരിക്കും 1 ഡേ വേണം ഉണങ്ങാനായിട്ട്. പക്ഷേ അക്രിലിക് വാർണിഷ് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാണ് വാർണിഷ് അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ 2 ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. പിന്നെ നമ്മുടെ വെള്ളമൊന്നും ആയാലും അത് എന്താ പറയുക പെയിൻ്റ് ഇളകി പോകുന്നില്ല. അതുപോലെ കൈ കൊണ്ട് പിടിക്കുമ്പോഴും അറിയാം വേറെ ഇങ്ങനെ ഒട്ടണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2 ബോട്ടിലും ഞാൻ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യും. നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുപ്പി റെഡിയായി. ഇനി അതും ഒരു പണിയും കൂടി ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. സ്ട്രിങ് ലൈറ്റ് ആണ്. ബോട്ടിലുമ്മ ഇങ്ങനെ ഫിക്സ് ചെയ്യണത് കോർക്ക് പോലെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ ഒരു പാക്കായിരുന്നു. ഇതാ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. ഇനി നമ്മൾ അതിനെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്ത് വെളിച്ചത്തിൽ വെച്ചിരിക്കുന്ന കാരണമാണ് നമുക്കത് കാണാത്ത. കണ്ടോ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ പുറത്ത് വെളിച്ചത്തിലായ കാരണം കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പകൽ തന്നെയാണ്. ഞാൻ റൂമിൽ ലൈറ്റ് ഒന്നും ഇടാതെ കർട്ടൻസ് ഒക്കെ ഇട്ട് റൂം അടച്ചതിന് ശേഷം അവിടെ കൊണ്ടുവച്ച് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു കളറാണ്. പക്ഷേ ഫുള്ള് ഡാർക്കായിട്ട് നമ്മൾ ഈ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല. കാരണം നല്ല ഇരുട്ടല്ലേ, ഫുൾ ഇരുട്ടാകുമ്പോൾ. പക്ഷേ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു മെറൂൺ കളറിൽ ഈ ലൈറ്റ് കത്തണം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അതെനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ബോട്ടിലാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഞാൻ ഈ 2 ബോട്ടിലും ഉണ്ടാക്കിയെടുത്തതെന്ന്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ നമുക്ക് വേണം. അതല്ലാതെ നമുക്ക് ഭയങ്കര കലാപരമായ കഴിവുകളൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ വെറുതെ കിടക്കണ കുപ്പികളെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് ഫോം ആക്കിയിട്ട് മാറ്റാം. നമ്മുടെ വീട് അലങ്കരിക്കാനും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. പിന്നെ അത് വെഡിങ് ആനിവേഴ്സറിക്കും വാലന്റൈൻസ് ഡേക്കും മാത്രമൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആരുടെങ്കിലും ബർത്ത്ഡേക്കോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്കൊരു താങ്ക്സ് പറയണതിന് പകരം ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് കൊടുക്കാനോ അങ്ങനെ പല പല പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെയ്തത് ഈ ആനിവേഴ്സറി ബോട്ടിലും വാലന്റൈൻസ് ഡേ ബോട്ടിലും ആയതുകൊണ്ട് അത് ഞാൻ കാണിച്ചതാണ്. നമുക്കിത് എന്ത് പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ വാലന്റൈൻസ് ഡേക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബോട്ടിൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
വാച്ചിങ്. ബൈ.